വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ഒരു സ്കൂൾ ടീച്ചറാണ് കേട്ടോ. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് വടവോട് എന്ന് പറഞ്ഞ സ്കൂളിൻ്റെ കലോത്സവം നടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് അവിടെ പോയി അവിടെ എന്തൊക്കെയാണ് നടക്കണേന്ന് കാണാമെന്ന്. സോ അപ്പം എൻ്റെ ഫ്രണ്ടും ബിസിയാണ്. സോ ലെറ്റ് സി അവളെങ്ങനെ പ്രിപ്പയർ ചെയ്യണേ, അവൾ എന്തൊക്കെയാണ് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കണേന്ന്. സോ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിടാം. സോ ഡു വാച്ച്. ഞാൻ എൻ്റെ ഫ്രണ്ട് വരുമെന്നും പറഞ്ഞ് നേരത്തെ ചെന്നു. പക്ഷെ അവൾ വരാൻ ലേറ്റ് ആവുമെന്ന് അറിഞ്ഞു. അപ്പം ഞാൻ കുച്ചിപ്പിടി മരുന്നാട്ടി നടക്കുന്ന സ്റ്റേജിൽ അവിടെ പോയിരുന്ന് പെർഫോമൻസ് കാണുമായിരുന്നു. അതിലെനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പെർഫോമൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത്. ഈ കുട്ടിക്കായിരുന്നു കേട്ടോ കുച്ചിപ്പിടി ഫസ്റ്റ് പ്രൈസും. ഭയങ്കര രസമുള്ളൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുഞ്ഞു വാവ അവിടെ ഡാൻസ് ചെയ്യണതിന് താളം പിടിക്കുന്നത് കണ്ടത്. വളരെ രസമുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അത് കാണാൻ. ആൻഡ് ഇത് കുച്ചിപ്പിടിയിൽ തരംഗം എന്ന് പറയുന്ന ഐറ്റമാണ്. ഈ തരംഗം എന്ന് പറയുന്ന ഐറ്റത്തിന് മാത്രമാണ് താലവും കുടവും നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. എല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കുന്നത് താലവും കുടത്തിലും കയറി കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് കുച്ചിപ്പിടി എന്നാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എക്സ്പീരിയൻസ് സീരിയസ്ലി നല്ല ടെൻഷനുണ്ട്. പിന്നെ നമ്മുടെ പിള്ളേർ വെയിറ്റിംഗ് ആണ്, കുറച്ച് ഡിലേ ആണ്. സോ ഇപ്പം എക്സൈറ്റ്മെന്റ് ഉണ്ടോ? നല്ല രീതിയിൽ. കാരണം ഈ പ്രാവശ്യത്തെ മാനുവലിൽ പുതിയ 3 ഐറ്റങ്ങൾ വന്നേക്കുന്നതാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ട്രൈബൽ ഡാൻസ്. സോ വെയിറ്റിംഗ്. ഓക്കെ, ഇത് ആക്ച്വലി ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞു. ദിസ് ഈസ് മൈ ഫ്രണ്ട് അശ്വതി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ എൻ്റെ ഒപ്പം ഡാൻസ് എടുക്കുന്ന എൻ്റെ ഫ്രണ്ട് ഇതാണ്. സോ ദിസ് ഈസ് അശ്വതി. അവൾ ബദ്ലഹേം സ്കൂളിൽ ടീച്ചറാണ്. സോ അവളുടെയും എക്സ്പീരിയൻസ് ആണ്. സോ ഐ തിങ്ക് അവൾക്ക് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടെന്ന്. അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്ന ആർട്ട് ഫോമിൻ്റെ പേര് ഇരുള എന്നാണ്. പാലക്കാട് അട്ടപ്പാടി റീജിയനിലുള്ള ഇരുള കമ്മ്യൂണിറ്റി അവരുടെ സ്പെഷ്യൽ ഒക്കേഷന് പെർഫോം ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ് ഇരുള. എനിക്ക് വളരെ പുതിയ ഒരു ഇൻഫർമേഷനും ആൻഡ് പുതിയൊരു കാഴ്ചയായിരുന്നു ഇരുള എന്ന് പറയുന്ന ആർട്ട് ഫോം. ഐ തോട്ട് അത് നിങ്ങൾക്കും വേണ്ടി അതിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാമെന്ന്. കേരളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ 25% ആർട്ട് ഫോം ഈസ് ഫ്രം കേരള. വി ഹാവ് അറൗണ്ട് 50 to 55 ആർട്സ്. ഓക്കെ, അത് എനിക്കും വളരെ പുതിയ, ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ വായിച്ചപ്പോൾ ഞാൻ കണ്ടതാണ്. ആൻഡ് അതിൽ വളരെ കുറച്ച് ആർട്ട് ഫോംസേ നമുക്ക് മെയിനായിട്ട് അറിയുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഥകളി, മോഹിനിയാട്ടം, തെയ്യം, അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് ക്ലാസിക്കൽ ആർട്ട് ഫോംസ് ഉണ്ട്, നമുക്ക് ഫോക്ക്, അങ്ങനെ ഒരുപാട് ആർട്ട് ഫോംസ് ഉണ്ട്. സോ ഇരുള എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം എനിക്ക് പുതിയതായി. അതുപോലെ തന്നെ 2-3 വേറെ ആർട്ട് ഫോംസും കൂടെയും ഇൻട്രൊഡ്യൂസ് ആയിരുന്നു കലോത്സവത്തിൽ നിന്നും. ഈ തവണ എറൗണ്ട് 6 പുതിയ ആർട്ട് ഫോംസ് ആണ് കലോത്സവം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, വിച്ച് വാസ് റിയലി ഗുഡ്. കാരണം ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു ആർട്ട് ഫോമിനെ ബാക്കിയുള്ള ആളുകളിലേക്കും എത്തിക്കാൻ കലോത്സവത്തിന് സാധിച്ചു. ആൻഡ് ഐ ആം റിയലി ഗ്ലാഡ് എനിക്ക് അവിടെ പോയി ഈ ആർട്ട് ഫോംസ് ഒക്കെ കാണാൻ സാധിച്ചതിൽ. സോ ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാമെന്ന് ഓർത്തു. സോ നെക്സ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്ന ആർട്ട് ഫോം ഈസ് ഇരുള. ഇത് ആഘോഷ നൃത്തം മാത്രമല്ല, സാംസ്കാരിക പ്രാധാന്യവും ഉൾക്കൊള്ളുന്നു. കൃഷിയോടനുബന്ധിച്ചും മരണം, വിവാഹം, പ്രായപൂർത്തിയായവർ എന്നിവയോടെല്ലാം അനുബന്ധിച്ച് ഇവർ നൃത്തമാടുന്നു. ആഹാ ഏഹേ ഓഹോ
പെർഫോം ചെയ്തത്? ഞങ്ങൾ ചവിട്ട് നാടകം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ലതായിരുന്നു. ഹാപ്പിയാണോ? എ ഗ്രേഡ് ഉണ്ടല്ലോ, ഹാപ്പിയാണോ? എന്തായിരുന്നു പേര്? സാനിയ. ഓക്കെ, ബൈ. ഗോത്ര നൃത്തമാണ് മംഗലംകളി. കാതുകുത്ത് കല്യാണം, തിരണ്ട് കല്യാണം, പന്തൽ കല്യാണം എന്നീ ആഘോഷവേളകളിലാണ് ഈ നൃത്തം അവതരിച്ചു പോരുന്നത്. തനത് വാദ്യോപകരണം തുടിയാണ്. മൺമറിഞ്ഞുപോയ ഗോത്ര കലാകാരന്മാരെ ഞങ്ങൾ ഈ വേദിയിൽ സ്മരിക്കുന്നു. അറുകടല് മറുകടല് ശിങ്കാര മറുകടല് ആപറ്റി ഒഞ്ചി മുട്ട പൂവുണ്ടെങ്കിൽ അതിനെ കൊണ്ടുപോയറ് എങ്കളപത്തിന് നിങ്ങളെ എഞ്ചി കൊണ്ടുപോയറ് ഓങ്കാരത്തെ സീനികടുത്ത് സിന് സിംഗാരത്തെ കൊട്ട് ബാധ്യട്ടെ എങ്ങളെ കൊണ്ടുപോയാറ് ഓഹയ്യ ഒട്ട പൊരുളുണ്ടെങ്കിൽ ദെപ്പളെ നിങ്ങളുടെ ബാധ്യ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോകും. പറഞ്ഞിട്ട് കാര്യമില്ല. ഗൈസ്, ഇത് എത്ര മണിക്ക് തീരേണ്ടതായിരുന്നു എന്നറിയോ? ഇത് ഇതുവരെ തീർന്നിട്ടില്ല. ഇതും എൻ്റെ ഒരു ചേച്ചിയാണ്, അശ്വതി ചേച്ചി എന്നാണ് കേട്ടോ പേര്. ചേച്ചി ഇവിടെ വഴവൂർ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചേച്ചിയുടെ ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നതാണ് ഓരോ വിശേഷവും. ചേച്ചി ഫുൾ നൊസ്റ്റാൾജിയ മൂഡാണ്. എനിക്ക് ഈ മൊമെൻറ്റ് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും കൂടി ചുമ്മാ എൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ വന്നത്. അപ്പം ഞാൻ വീഡിയോ എടുത്തു. ഇത് രണ്ട് അശ്വതിമാരെ എൻ്റെ ക്ലാസ്. സോ ടുഡേ ഈസ് അശ്വതി മീറ്റിംഗ് അശ്വതി. അപ്പം ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഐ ജസ്റ്റ് വോണ്ട് ടു സേ, നിങ്ങളുടെ ലൈഫിൽ ഒരു ഫേസിലേക്ക് നിങ്ങൾക്ക് ഇനിയും പോകണമെന്ന് ആഗ്രഹിച്ചാൽ
അത് ഏത് ഫേസ് ആയിരിക്കും? ഫോർ മീ ദിസ് മൈ സ്കൂൾ ഡേയ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഒരു കാലഘട്ടം എൻ്റെ സ്കൂൾ ഡേയ്സ് തന്നെയാണ്. അവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അവിടെ നിന്ന് കിട്ടിയ കുറേ എക്സ്പീരിയൻസസ് ആണെങ്കിലും ആ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, എൻ്റെ ഒരുപാട് വളർന്നിട്ടുണ്ട്. ആൻഡ് കലോത്സവം ഇസ് ഓൾവേസ് സ്പെഷ്യൽ ഫോർ മീ. കാരണം ആ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ആ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്ന ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഇസ് സംതിങ് സോ ഡിഫറെൻറ്റ്. ആൻഡ് ഫോർ മീ ഒരിക്കലും ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പ്രൈസ്. എനിക്ക് പ്രാക്ടീസ് ചെയ്യാം, ഞാൻ പ്രാക്ടീസ് ചെയ്ത ഐറ്റം അത് ഭയങ്കര അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട്, അത് സോ സ്പെഷ്യൽ ഫോർ മീ. സോ എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ അനുഭവിക്കാൻ പറ്റി when I gone to the കലോത്സവം. സോ നിങ്ങൾക്കും അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് വേറെ എന്താ പറയുക, ആൻഡ് ഓൾസോ എൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ 2 ഇമോഷൻസും ഞാൻ കണ്ടു. someone who studied in that school and gone there and seeing teachers and അവർ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന ഫീലിങ്ങും, ആൻഡ് അപ്പുറം നേരത്തെ സ്റ്റുഡൻ്റ് ആയിരുന്ന ആൾ ടീച്ചറായിട്ട് കുട്ടികൾ പെർഫോം ചെയ്യാൻ പോകുമ്പോഴുള്ള ഇമോഷനും, it's all so different and I felt so happy for both of them. So I made so much memory with this കലോത്സവം when I gone there. അപ്പം നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് യുവർ സജഷൻസ് ആർ ഓൾവേസ് വെൽക്കം. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ഡൗൺ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ബൈ.